ഇതുപോലത്തെ ഒരു മാച്ച് IPL ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. 261 റൺസാണ് പഞ്ചാബ് മറികടന്നത്. റെക്കോർഡ് ചേസാണ് പഞ്ചാബ് ഇന്ന് നേടിയിട്ടുണ്ടായിരുന്നത്. ശ്രേയസ് ആണ് കൊൽക്കത്ത ടീമിന്റെ ക്യാപ്റ്റൻ. ഇത്രയും അധികം റൺസ് നേടിയിട്ടും കളി തോറ്റു. ശ്രേയസിന്റെ ക്യാപ്റ്റൻസി മോശമാണെന്നാണ് ആരാധകർ പറയുന്നത്. ഇപ്പോഴിതാ കളി തോറ്റ ശേഷം കൊൽക്കത്തയുടെ കോച്ച് ഗംഭീർ പറഞ്ഞ കാര്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇന്ന് ഗംഭീർ കളി തോറ്റ ശേഷം പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: ശ്രേയസ് ക്യാപ്റ്റൻസി എന്താണെന്ന് ആദ്യം പഠിക്കട്ടെ. ഇത്രയും മികച്ച റൺസ് നേടിയിട്ടും കളി തോറ്റു. ഞാൻ കുറ്റം പറയുന്നത് ശ്രേയസിനെ തന്നെയാണ്. 261 റൺസ് നേടിയതിന്റെ അഹങ്കാരമാണ് കൊൽക്കത്ത ഇന്ന് കാട്ടിയത്. ബൗളേഴ്സിനെ കൊണ്ട് മര്യാദയ്ക്ക് ശ്രേയസ് പന്തെറിയിപ്പിച്ചെങ്കിൽ ഇന്ന് കൊൽക്കത്ത കളി ജയിച്ചേനെ. റൺസ് കൂടുതലുള്ളത് കൊണ്ടാണ് ഇങ്ങനെ അനാവശ്യമായിട്ട് അവർ കളിച്ചത്. ശ്രേയസ് സഞ്ജുവിന്റെ ക്യാപ്റ്റൻസി കണ്ടുപിടിക്കട്ടെ. രാജസ്ഥാൻ ടീമിനെ മികച്ച രീതിയിലാണ് സഞ്ജു മുന്നോട്ട് നയിക്കുന്നത്. ശ്രേയസിന് ക്യാപ്റ്റൻസി എന്താണെന്ന് വ്യക്തമല്ല. അവൻ മറ്റു താരങ്ങളുടെ ക്യാപ്റ്റൻസി കണ്ടുപിടിക്കട്ടെ. ഇതിലും വലിയ നാണക്കേട് ഇനി കൊൽക്കത്ത ടീമിന് കിട്ടാനില്ല. ഇന്നത്തെ മാച്ചിൽ 300 റൺസ് കൊൽക്കത്ത നേടിയാലും കളി ഞങ്ങൾ തോൽക്കുമായിരുന്നു. അതുപോലെയായിരുന്നു ബൗളേഴ്സിന്റെ പ്രകടനം. ഈ ഒരു ടീം ഒരിക്കലും കപ്പ് നേടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരുപാട് തെറ്റുകൾ ഇന്ന് കൊൽക്കത്ത ടീമിന് സംഭവിച്ചിട്ടുണ്ട്. അതെല്ലാം കണ്ടെത്തി പരിഹരിച്ച് അടുത്ത മത്സരത്തിൽ ശക്തമായിട്ട് തിരിച്ചു വരുമെന്ന് ഗംഭീർ വ്യക്തമാക്കി. കൊൽക്കത്ത 261 റൺസ് നേടിയിട്ടും കളി തോറ്റപ്പോൾ ഗംഭീർ ദേഷ്യപ്പെട്ടിരിക്കുകയാണ്. ശ്രേയസിനെയാണ് ഗംഭീർ കുറ്റം പറഞ്ഞത്. ശ്രേയസിനോട് ക്യാപ്റ്റൻസി കണ്ടുപഠിക്കാനാണ് അദ്ദേഹം ആവശ്യപ്പെട്ടത്. പണ്ടൊക്കെ ഒരു T20 മാച്ചിൽ 200 റൺസ് എടുത്താൽ ആ ടീം ജയിക്കാറുണ്ട്. എന്നാൽ ഇപ്പോൾ കാര്യങ്ങൾ അങ്ങനെയല്ല. 261 റൺസ് എടുത്തിട്ടും തോൽക്കാനാണ് കൊൽക്കത്തയുടെ വിധി. T20 മാച്ച് ഒരുപാട് മാറിക്കഴിഞ്ഞു. ഇനി അങ്ങോട്ടുള്ള കാലങ്ങളിൽ നല്ല രീതിയിൽ കളിച്ചാൽ മാത്രമേ കളി ജയിക്കൂ. അപ്പോൾ ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.